ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ സാധിക്കുന്നത്ര ഭീകരമായ ജലക്ഷാമത്തിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ CNN റിപ്പോർട്ട് ചെയ്യുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിൽ ഡിസംബറിനുള്ളിൽ മഴ ലഭിച്ചില്ലെങ്കിൽ വെള്ളം റേഷൻ അടിസ്ഥാനത്തിൽ നൽകേണ്ടി വരുമെന്നും സ്ഥിതി വഷളായാൽ നഗരം വിട്ടു പോകേണ്ടി വരുമെന്നും ആ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തെ 10% അണക്കെട്ടുകളും പൂർണ്ണമായും വറ്റിക്കഴിഞ്ഞു. ടെഹ്റാനിലെ ജലസംഭരണികളിൽ വെറും 11%, മഷാദിൽ 3% മാത്രമാണ് വെള്ളം അവശേഷിക്കുന്നത്. വിദഗ്ധർ ഇതിനെ ജലപാപ്പരത്വം എന്നാണ് വിളിക്കുന്നത്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവാക്കുന്നത് പോലെ ഭൂഗർഭജലം അമിതമായി ഊറ്റിയെടുത്ത് തീർത്തതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഉപരോധങ്ങളെ മറികടക്കാൻ കൃഷി അമിതമായി വ്യാപിപ്പിച്ചതും പഴകിയ പൈപ്പുകളിലൂടെയുള്ള ജലനഷ്ടവും ഇതിനൊപ്പം എത്തിയ കാലാവസ്ഥാ വ്യതിയാനവും സ്ഥിതി അതീവ ഗുരുതരമാക്കി. ഉർമിയ പോലെയുള്ള വലിയ തടാകങ്ങൾ ഇതിനകം തന്നെ വറ്റി വരണ്ടു കഴിഞ്ഞു. മഴയ്ക്കായി ജനങ്ങൾ പ്രാർത്ഥനകൾ നടത്തുകയും ഭരണകൂടം കൃത്രിമ മഴ പെയ്യിക്കാനുള്ള ക്ലൗഡ് സീഡിംഗ് പോലുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല. ഇനി അഥവാ മഴ പെയ്താൽ പോലും പരിഹരിക്കാൻ കഴിയാത്തത്ര വലിയ പാരിസ്ഥിതിക ആഘാതമാണ് ഇറാനിൽ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്.